2024 സിവിൽ സർവീസ് എക്സാമിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. 6ാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ജിയോഗ്രഫിയിൽ നിന്നുള്ളത് തന്നെയാണ്. വിത്ത് റെഫറൻസ് ടു ഹിമാലയൻ റിവേഴ്സ് ജോയിനിങ് ദ ഗംഗാ സ്ട്രീം ഓഫ് പ്രയാഗ്രാജ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് ഈസ് കറക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഗംഗയിൽ ജോയിൻ ചെയ്യുന്ന നദികൾ അതിൽ വെസ്റ്റ് ടു ഈസ്റ്റ് സീക്വൻസിലെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സീക്വൻസ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഗംഗയുടെ ഉപനദികൾ അല്ലെങ്കിൽ ട്രൈബ്യൂട്ടറീസ് ആയിട്ടുള്ള നദികളെ തന്നിട്ടുണ്ട്. ഗാഗ്ര, ഗോമതി, ഗന്ധ, കോസി ആണോ? ഗോമതി, ഗാഗ്ര, ഗന്ധ, കോസി ആണോ? ഗാഗ്ര, ഗോമതി, കോസി, ഗന്ധക് ആണോ? ഗോമതി, ഗഗ്ര, കോസി, ഗന്ധക് ആണോ എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഗംഗയുടെ ട്രൈബ്യൂട്ടറീസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയണം, അതിന്റെ സീക്വൻസ് അറിയണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് സീക്വൻസിലാണ് എഴുതേണ്ടതെന്ന് കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വെസ്റ്റ് ടു ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് നോർത്ത്, ഇതാണ് ഈസ്റ്റ്, ഇതാണ് വെസ്റ്റ്, ഇതാണ് സൗത്ത്. സോ ഗംഗ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഗംഗയിലേക്ക് ജോയിൻ ചെയ്യുന്ന നദികളെ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് ഈ ഒരു സീക്വൻസിലാണ് എഴുതേണ്ടതായിട്ടുള്ളത്. അതായത് വെസ്റ്റ് ടു ഈസ്റ്റ് സീക്വൻസിലേക്കാണ് നമ്മൾ എഴുതേണ്ടത്. ആദ്യം ജോയിൻ ചെയ്യുന്ന നദിയെ ആദ്യം എഴുതണം, സെക്കൻഡ് ജോയിൻ ചെയ്യുന്ന നദി സെക്കൻഡ് എഴുതണം, തേർഡ് ജോയിൻ ചെയ്യുന്ന നദി തേർഡ് എഴുതണം, ഫോർത്ത് ജോയിൻ ചെയ്യുന്ന നദി ഫോർത്ത് എഴുതണം. ഓക്കെ, ഇത് നമുക്ക് ചോദ്യം കാണുമ്പോൾ തന്നെ അറിയാം ഇതെന്താണ്, ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം വിവിധ റിവർ സിസ്റ്റത്തിനെ കുറിച്ച് NCERT-യിൽ തന്നെ നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ റിവർ സിസ്റ്റം ബേസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇൻഡസിന്റെ റിവർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ട്രൈബ്യൂട്ടറീസിനെ കുറിച്ചിട്ട് നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിന്റെ സീക്വൻസ് കൂടി പഠിക്കണം എന്നുള്ളത്, അതിന്റെ ആ ഒരു ഡയഗ്രാം നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം എന്നുള്ളത് വളരെ ക്രിട്ടിക്കൽ ആണ് എന്നുള്ളതാണ് ഈ ഒരു ചോദ്യം കാണിക്കുന്നതായിട്ടുള്ളത്. ഇത് ഇൻഡസിനെ കുറിച്ച് മാത്രമല്ല, ബ്രഹ്മപുത്രനെ കുറിച്ച് ചോദിക്കാം, യമുനയെ കുറിച്ച് ചോദിക്കാം, അതുപോലെ ഇൻഡസിനെ കുറിച്ചിട്ട് ചോദിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മിക്കവാറും വർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. തൊട്ട് മുന്നത്തെ വർഷം ഇൻഡസ് റിവർ സിസ്റ്റത്തെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. സോ ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. സോ ആ NCERT-യിൽ തന്നിട്ടുള്ള ആ റിവർ സിസ്റ്റത്തെ കുറിച്ചും അതുപോലെ തന്നെ പെരിനിയൽ റിവർ സിസ്റ്റത്തെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു ഏരിയ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ജിയോഗ്രഫിയിൽ എന്നുള്ളത്. ഇനി ഇത് നോളജ് അറിയില്ല, ഇൻ കേസ് ഈ ഒരു റിവർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നോക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തായാലും വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് വരുന്നതായിട്ടുള്ളത്. സോ വെസ്റ്റ് ടു ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഡൽഹി കഴിഞ്ഞ് ഉത്തർപ്രദേശ് കഴിഞ്ഞ് ബീഹാർ, പിന്നെ വെസ്റ്റ് ബംഗാൾ, ഈ ഒരു സീക്വൻസിലേക്കാണ് പോകേണ്ടതായിട്ടുള്ളത്. അപ്പൊ ഇതില് കോസി എന്ന് പറയുന്ന റിവർ വളരെ ഫേമസ് ആയിട്ടുള്ള റിവറാണ്. ഗാഗ്ര, ഗോമതി, ഗന്ധക് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ സീക്വൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് വലിയ ഐഡിയ ഉണ്ടാവില്ല. പക്ഷെ കോസി എന്ന് പറയുന്ന റിവർ ഒരു 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 സീക്വൻസ്, അതായത് കോസി എന്ന് പറയുന്ന റിവർ വളരെ ഫേമസ് ആയിട്ടുള്ള റിവറാണ്. ബിക്കോസ് ഇത് ബീഹാറിൽ മിക്കവാറും ഫ്ലഡ് ഉണ്ടാക്കുന്ന ഒരു റിവറാണ്. ബീഹാറിൽ ഫ്ലഡ് ഉണ്ടാക്കുന്ന റിവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് കോസി എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇവിടെ കോസി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കോസി ബീഹാറിലാണ് വരിക. ഓക്കെ, അപ്പോൾ ഗംഗയുടെ ട്രൈബ്യൂട്ടറീസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു UP പ്രദേശം എത്തുമ്പോഴത്തേക്കാണ് മിക്കവാറും നദികൾ വന്നിട്ട് ഗംഗയിൽ ജോയിൻ ചെയ്യുന്നതായിട്ടുള്ളത്. പക്ഷെ ബീഹാറത്തെ ഒരു റിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു കോസി എന്ന് പറയുന്നത് ലാസ്റ്റ് വരാനുള്ള ഒരു സാധ്യത കൂടുതലാണ്, ഏറ്റവും ഈസ്റ്റേൺ ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഒരു പ്രോബബിലിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാൻ വേണ്ടി പറ്റും. സോ നിങ്ങളുടെ ഓപ്ഷൻസ് ഈ രണ്ടിലേക്ക് മാത്രമായിട്ട് ചുരുക്കാൻ പറ്റും എന്ന് ഓർത്ത് വെക്കുക. പക്ഷെ ഇവിടെ നമ്മുടെ ലോജിക്കാണ് ഉപയോഗിക്കുന്നത്. ബീഹാറിലാണ് കോസി വരുന്നത്, നമ്മുടെ നോളജിലുണ്ട്. സോ മിക്കവാറും ഗംഗയുടെ ട്രൈബ്യൂട്ടറീസ് UP-യിൽ വെച്ചിട്ടാണ് ഈ ഒരു ഗംഗയുമായിട്ട് ജോയിൻ ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞിട്ടുള്ള കോസിയാണ് ലാസ്റ്റ് വരാൻ പറ്റുന്നത്. ഇതൊരു ലോജിക്കൽ സീക്വൻസ് ആണ്, ഒരു ലോജിക്കൽ ഡിഡക്ഷൻ ആണ്. സോ കോസിയാണ് ലാസ്റ്റ് വരാൻ പോകാൻ. സോ നമ്മുടെ ഓപ്ഷൻസ് ഈ രണ്ട് ഓപ്ഷൻസിലേക്ക് മാത്രമായി ഗാഗ്ര, ഗോമതി, ഗന്ധക്, കോസി ആണോ, ഗോമതി, ഗാഗ്ര, ഗന്ധക്, കോസി ആണോ എന്നുള്ളത്. ഇവിടെ ഓർത്ത് വെക്കുക, ഇത് നമുക്ക് 100% ഉറപ്പുള്ള ഒരു ഡിഡക്ഷൻ അല്ല. പക്ഷെ നമ്മുടെ ലോജിക്കൽ സീക്വൻസ് നമുക്ക് എന്തായാലും നോളജ് ഇല്ല, നമുക്ക് അറിയില്ല. സോ നമുക്കൊരു ലോജിക്കൽ ഡിഡക്ഷനിലേക്ക് വരാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഒരു 50-50 ചാൻസ് എടുക്കാൻ വേണ്ടി പറ്റും എന്ന് ഓർത്ത് വെക്കുക. അതിനുശേഷം ഇതിന്റെ മേലെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഏതാണ് സീക്വൻസ്, ഏതെങ്കിലും നദിയുടെ ലൊക്കേഷൻ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമുക്കൊരു ഉത്തരത്തിലേക്ക് വരാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ചോദ്യം അറിയണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 50-50 റിഡക്ഷനിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പക്ഷെ എക്സാക്ട്ലി ഇതിൽ ഏതാണ് ഉത്തരം അറിയുന്നുണ്ടെങ്കിൽ ഇതിന്റെ സീക്വൻസ് അറിഞ്ഞെങ്കിലേ പറ്റുള്ളൂ എന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. ഇതിന്റെ സീക്വൻസ് അറിയണം. അപ്പൊ ഇതിന്റെ സീക്വൻസ് എന്താണ് എന്ന് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ മാപ്പ്. ഈ ഒരു മാപ്പ് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതല്ല, നിങ്ങൾ ഓൾറെഡി ഈ ഒരു മാപ്പ് കണ്ടിട്ടുണ്ടാവണം. കാരണം ഇതാണ് ഗംഗാ നദി, ഗംഗ വരുന്നുണ്ട്, ഗംഗയിലേക്ക് വിവിധ ട്രൈബ്യൂട്ടറീസ് വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ സീക്വൻസ് നോക്കി കഴിഞ്ഞാൽ ഗോമതി, ഗാഗ്ര, ഗന്ധക്,
കോസി. ഇതാണ് സീക്വൻസ് ആയിട്ട് വരുന്നത്. എല്ലാം ഗംഗയുടെ ലെഫ്റ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറീസ് ആണ്. റൈറ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറീസ് ആയിട്ട് യമുന വരുന്നുണ്ട്, സോൺ വരുന്നുണ്ട്, പിന്നെ ദാമോദറും അങ്ങ് വരും എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതായിട്ട് ദാമോദർ നദിയും വരും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറിയുടെ സീക്വൻസ് ഗോമതി, ഗാഗ്ര, ഗന്ദക്, കോസി എന്നുള്ളതാണ്. അപ്പോൾ ഇതില് ഗോമതി, ഗാഗ്ര, ഗന്ദക്, കോസി ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ടുള്ളത്. അപ്പൊ ഇത് എവിടെന്നാ പഠിക്കുക? ഇത് NCERT-യിലുള്ള സംഭവമാണ്. NCERT-യിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് വ്യത്യസ്ത റിവർ സിസ്റ്റത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഈ ഗംഗാ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ലേണേഴ്സിന്റെ ജിയോഗ്രഫി ക്ലാസ് ഇത് ആക്ച്വലി NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. ഇതിൽ നമ്മൾ ഗംഗാ റിവർ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അതില് നമ്മൾ പറയുന്നുണ്ട് ഗംഗയുടെ ബേസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഗംഗയുടെ റൈറ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറീസ് ആയിട്ട് യമുന, സൺ, ദാമോദർ. യമുന ഇവിടെ കാണുന്നുണ്ട്, സണ്ണിനെ കാണുന്നുണ്ട്, ദാമോദറിനെ ഇവിടെ കാണുന്നുണ്ട്. ലെഫ്റ്റ് ബാങ്ക് ട്രൈബ്യൂട്ടറീസ് ആയിട്ട് രാമഗംഗയുണ്ട്, രാംഗംഗയുണ്ട്. രാംഗംഗ കഴിഞ്ഞാൽ ഗോമതി ഉണ്ട്, ഗോമതി കഴിഞ്ഞാൽ ഗാഗ്ര ഉണ്ട്, ഗാഗ്ര കഴിഞ്ഞാൽ ഗന്ദക് ഉണ്ട്, ഗന്ദക് കഴിഞ്ഞാൽ കോസി ഉണ്ട്, പിന്നെ മഹാനന്ദ ഉണ്ട് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പൊ ഈ ഒരു സീക്വൻസ് ഇത്ര നമ്മൾ പഠിച്ചു വെക്കാനുള്ള സീക്വൻസ് ആണ്. ഇത് ബേസിക്കലി പഠിച്ചു വെക്കേണ്ട ഒരു സീക്വൻസ് ആണ്. ഇതൊരു ബേസിക് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് വളരെ ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നല്ല. ജിയോഗ്രഫിയിൽ ബേസിക്കൽ അണ്ടർസ്റ്റാൻഡിങ്, പ്രത്യേകിച്ചും റിവർ സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരാൾക്ക് കിട്ടേണ്ട ചോദ്യമാണ്. ഈ ഒരു ഭാഗം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. തൊട്ട് മുന്നത്തെ വർഷം ഇൻഡസ് റിവർ സിസ്റ്റത്തെ കുറിച്ച് ചോദ്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിവർ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം UPSC എല്ലാ വർഷവും പ്രിലിംസിൽ ചോദിക്കാറുണ്ട്. സോ ഈ ഒരു ഏരിയ, വിവിധ റിവർ സിസ്റ്റത്തെ കുറിച്ചുള്ള ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെനിൻസുലാർ ഡ്രെയിനേജിനെ കുറിച്ച്, ബ്രഹ്മപുത്ര, അതുപോലെ തന്നെ ഗംഗാ സിസ്റ്റം, ഇൻഡസ് സിസ്റ്റം, ഡ്രെയിനേജ് ടൈപ്സ് തുടങ്ങിയിട്ടുള്ള ഏരിയാസ് വളരെ ക്രിട്ടിക്കൽ ആണെന്ന് ഓർത്തുക. അപ്പൊ ഇത് ലേണേഴ്സ് വളരെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ജിയോഗ്രഫിയിൽ ഇന്ത്യൻ ജിയോഗ്രഫിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സുകളും മറ്റും ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജിയോഗ്രഫി കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലേണേഴ്സിന്റെ ക്ലാസ്സുകളിലൂടെ ജിയോഗ്രഫി വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ജിയോഗ്രഫിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്ങനെയാണ് ചോദ്യങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് കുറെ കൂടി ഐഡിയ കിട്ടുന്നുണ്ടാവുന്നതായിരിക്കുന്നു. സോ ഈ ഒരു വീഡിയോ സീരീസ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ചോദ്യവുമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.